ഇതാണ് എൻ്റെ ഐസ് ട്രേ. പകുതി പൊട്ടിപ്പോയി, അത് നോക്കണ്ട. അതിനുള്ളിൽ ഐസ് ക്യൂബ്സ് ആണ്, കുക്കുംബർ ജ്യൂസ് ഐസ് ക്യൂബ്സ്. നിങ്ങൾക്കും ഈ പ്രശ്നമുണ്ടോ? ഓപ്പൺ പോൾസ് വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അതിന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കുംബർ ജ്യൂസിൻ്റെ ഐസ് ക്യൂബ്സ് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാണ്. ഡെയിലി ഒരു ഐസ് ക്യൂബ് റൊട്ടീനൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഓപ്പൺ പോൾസ് മാറും. ഷുവർ. ഐസ് ക്യൂബ്സ് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനേ പാടില്ല. കോട്ടൺ പാഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണിയിലോ അങ്ങനെ വെച്ച് അപ്ലൈ ചെയ്യുക. ഞാൻ അമ്മയുടെ നെഗറ്റീവ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്ത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മോംസ്കോൻ്റെ ഗ്രീൻ ടീ ടോണറാണ്. ഈ ടോണർ അടിക്കുകയാണെങ്കിൽ എൻ്റെ കണ്ണിൽ പോകും, പിന്നെ കുറച്ച് നേരം ഇരിച്ചിലാണ്. അത് കഴിഞ്ഞ് ഇനി സ്കിൻ കെയർ ആണ്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ്, ഹൈലറോണിക് ആസിഡിൻ്റെ നല്ലൊരു മോയ്സ്ചറൈസർ ആണ്, ഒരു ജെൽ ടൈപ്പ് ആണ്. വാട്ടറി കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഫേസിൽ വേഗം അബ്സോർബ് ആവും. തന്നെ അത് കഴിഞ്ഞാൽ മസാജാണ്. കവിള് ചാടുന്നുണ്ട്, എന്ത് ഫുഡ് കഴിച്ചാലും കവിള് ഭയങ്കര ചാടലാണ്. ഇതിൽ ഒരു 20 മിനിറ്റ് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് ഒരു 7 ഡേയ്സ് നിങ്ങളൊന്ന് നോക്കൂ, നിങ്ങളുടെ ഫേസ് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാവും. ഒക്കെ പണ്ട് മുതലേ മസാജ് ചെയ്യാറാണ് എൻ്റെ ഫേസ്. പക്ഷെ മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്തി കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് ചാടും, അതും ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് വിറ്റമിൻ സിയുടെ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് മാമർത്തിൻ്റെ. അപ്പോൾ ഇത്രയുള്ള ഗൈസ്.